താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര സംഖ്യാ ശ്രേണിയുടെ അടുത്ത പദം എഴുതുക. √2, √8, √18, √32 ഡാഷ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാ ശ്രേണി അഥവാ പ്രോഗ്രഷൻ ഇതാണ്. √2, √8, √18, √32. ഇതൊരു സമാന്തര സംഖ്യാ ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ പദത്തോട് ഒരു നിശ്ചയ സംഖ്യ കൂട്ടി രണ്ടാമത്തെ പദത്തിലെത്തും. അവിടുന്ന് അതേ സംഖ്യ തന്നെ കൂട്ടി മൂന്നാമത്തെ പദം, അങ്ങനെയാണ് പോകുന്നത്. അതായത് പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പൊതുവ്യത്യാസം ഉണ്ടെന്നോ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്നോ നമുക്ക് തോന്നില്ല. ഇതിനെ നമുക്കൊന്ന് രൂപമാറ്റം വരുത്തി എഴുതാം. √2 നമുക്ക് √8 എന്നുള്ളത് 8 എന്നുള്ളത് 4 ഗുണം 2 ആണല്ലോ. √4 ഗുണം 2 ആണ്. അതുപോലെ √18 എന്നുള്ളത് 9 ഗുണം 2 ആണ്. 32 നമുക്ക് 16 ഗുണം 2 എന്ന് എഴുതാം. അപ്പോൾ ഇത് √16 ഗുണം 2. നോക്കുക, ഇതിനൊന്നുകൂടെ മാറ്റം വരുത്തിയാൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പോൾ ഇത് ഈ 4ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് റൂട്ടിന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 2√2 എന്ന് വരും. അടുത്തതോ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. അപ്പോൾ ഇത് 3√2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 4√2. നോക്കുക, √2, 2√2, 3√2, 4√2, അങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് √2 ആണ്. ആദ്യത്തെ പദത്തോട് √2 കൂട്ടി 2√2 അവിടുന്ന് ഒരു തവണയും കൂടെ √2 കൂട്ടുമ്പോൾ 3√2, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. അടുത്ത പദം എന്തായിരിക്കും? √2, 2√2, 3√2, 4√2. അപ്പോൾ അടുത്ത പദം വരേണ്ടത് 5√2 ആണ്. 5√2. പക്ഷേ ഈ രൂപത്തിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് രൂപമാറ്റം വരുത്തണം. അതിനായിട്ട് ഈ 5നെ നമുക്ക് റൂട്ടിനകത്തോട്ട് കയറ്റണം. അപ്പോൾ 5ൻ്റെ സ്ക്വയർ വേണം എഴുതാൻ. 5ൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ എന്ത് വരും? 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. അപ്പോൾ 25 ഗുണം 2 എന്ന് വരും റൂട്ടിനകത്ത്. 25 2 50 ആണല്ലോ. അതായത് ഇവിടെ വരേണ്ട സംഖ്യ √50 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, √50. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? അപ്പോൾ 3 കൊണ്ട് ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആദ്യം ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് നമുക്ക് ആദ്യം 100ൽ താഴെയുള്ള രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 100ൽ താഴെയുള്ള സംഖ്യകളാണ്. അപ്പോൾ 100ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 100ൽ താഴെ 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം. അതിനായിട്ട് 100നെ 3 കൊണ്ട് ഹരിക്കുക. 100നെ 3 കൊണ്ട് 10ൽ 3 തവണയാണ് 3 ഉള്ളത്. അപ്പോൾ 3 എഴുതുന്നു, 3 9 കുറയ്ക്കുന്നു, ശിഷ്ടം 1 കിട്ടും. 0 ഒന്നുകൂടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 10 അപ്പോൾ 10ൽ വീണ്ടും 3 തവണ 3 9, ശിഷ്ടം 1 വരും. നമുക്ക് ഈ ഹരണഫലം മാത്രം മതി, 33. അതായത് 100ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 33 ആണ്. 100ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 33. 100ൽ താഴെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറ്റയക്ക സംഖ്യകളും വരും. അപ്പോൾ ഈ 33 ഗുണിതങ്ങളിൽ 3ൻ്റെ ഗുണിതമായ ഒറ്റയക്ക സംഖ്യകളുമുണ്ട്. 3ൻ്റെ ഗുണിതമായ ഒറ്റയക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 6, 9. ഈ 3 എണ്ണമാണ് ഒറ്റയക്കങ്ങളായ 3ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ ഈ 33 എണ്ണത്തിൽ നിന്നും ഈ 3 എണ്ണത്തിനെ അങ്ങ് ഒഴിവാക്കിയാൽ 3ൻ്റെ ഗുണിതങ്ങളായ രണ്ടക്ക സംഖ്യകൾ കിട്ടും. അപ്പോൾ 33ൽ നിന്ന് 3 കുറച്ചാൽ 30. അപ്പോൾ 3ൻ്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യകൾ 30 ആണ്. അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 30. ശരിയുത്തരം ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 6, 11, 18, 27 ഡാഷ് 51. അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ശ്രേണിയിലെ നിലവിലുള്ള പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് നമുക്ക് നോക്കാം. 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് 5 കൂട്ടിയാൽ 11 ആയി. 11നോട് 7 കൂട്ടിയാൽ 18 കിട്ടും. 18നോട് 9 കൂട്ടിയാൽ 27. ഇവിടെ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 3, 5, 7, 9. അങ്ങനെയെങ്കിൽ അടുത്ത് വരേണ്ട സംഖ്യ ഏതാണ്? അടുത്ത് കൂട്ടേണ്ടത് 9 കഴിഞ്ഞ് 11 ആണ്. അപ്പോൾ ഒരു പാറ്റേൺ ആയല്ലോ. 3, 5, 7, 9, 11 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ 27നോട് 11 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് 38 ആണ്. 38. അപ്പോൾ വിട്ടുപോയ സംഖ്യ 38 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. നോക്കുക, ഇവിടെ 38നോട് 11 കഴിഞ്ഞാൽ അടുത്ത് 13 കൂട്ടിക്കഴിഞ്ഞാൽ 51 കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി, 38.
ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെങ്കിൽ അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന കോണിൻ്റെ അളവെത്ര? ഇവിടെ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെന്ന് നൽകിയിട്ടുണ്ട്. അതായത് ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെയും നിലവിലുള്ള സ്ഥാനങ്ങൾ തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ അവയ്ക്കിടയിലുള്ള കോണിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിനിറ്റ് സൂചി 25 മിനിറ്റ് സഞ്ചരിച്ചാലേ സെക്കൻഡ് സൂചിയുടെ നിലവിലുള്ള സ്ഥാനത്ത് എത്തുള്ളൂ. അപ്പോൾ ആ 25 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി കറങ്ങും എന്ന് കണ്ടുപിടിച്ചാൽ മതി. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി വെച്ചാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പോൾ 25 മിനിറ്റിൽ എത്ര ഡിഗ്രി കറങ്ങും? അത് കണ്ടുപിടിക്കാനായിട്ട് 6 ഡിഗ്രി 25 കൊണ്ട് ഗുണിക്കുക. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആയതുകൊണ്ട് 25 മിനിറ്റിൽ കറങ്ങുന്ന കോണളവ് കണ്ടുപിടിക്കാനായിട്ട് 6 ഡിഗ്രി ഗുണം 25, അതായത് 150 ഡിഗ്രി. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി 150 ഡിഗ്രി കറങ്ങും. അപ്പോൾ നമുക്ക് വേണ്ട ഈ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള നിലവിലുള്ള കോണളവ് 150 ഡിഗ്രിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഒക്ടോബർ 1 ഞായറാഴ്ചയാണെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കും? ഇവിടെ ഒക്ടോബർ 1 ഞായറാഴ്ചയാണെന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒക്ടോബർ 1 ശേഷം നവംബർ 1 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കണം. അപ്പോൾ ഒക്ടോബർ 1 ശേഷം, ഒക്ടോബറിൽ ആകെ 31 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 1 ശേഷം വരുന്ന ദിവസങ്ങളുടെ എണ്ണം 30ആണ്. ഈ നവംബർ 1 കൂടെ നമ്മൾ എടുക്കണം, നവംബറിലെ ഒരു ദിവസം കൂടെ. അപ്പോൾ ടോട്ടൽ 31 ദിവസങ്ങൾ. അപ്പോൾ ഒക്ടോബർ 1 ശേഷം നവംബർ 1 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 31. ഈ 31നെ 7 കൊണ്ട് ഹരിക്കുക. 31നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 തവണ 4 7 28, കുറയ്ക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടും. ഈ ശിഷ്ടം 3 നമുക്ക് വേണ്ടത്. 3 ശിഷ്ടം വരുന്നതുകൊണ്ട് ഞായറാഴ്ചയോടുകൂടി 3 ദിവസം ചേർക്കുക. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ നവംബർ 1 ബുധനാഴ്ചയായിരിക്കും. ശരിയുത്തരം ഓപ്ഷൻ എ.